ഹായ് ഗൈസ്, ലിവിങ് ഏപ്രിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഞാനിന്ന് 2 മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും ഞാൻ കാണിച്ചു തരാം. മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ആദ്യം തുടങ്ങിയപ്പം ഫസ്റ്റത്തെ കുറച്ച് സമയം സ്മൂത്തായിട്ട് പോയി. വളരെ നന്നായിട്ട് എഴുതാനൊക്കെ പറ്റി. കറക്റ്റ് ആൻസർ ആയിരുന്നു, 100% ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ എഴുതി. പക്ഷേ കുറച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ ഇരുന്നാണല്ലോ മോക്ക് ടെസ്റ്റ് എഴുതുന്നത്. നമ്മൾ വീട്ടിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നതാണ് നമുക്ക് ആ ഒരു ഇതല്ലേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ എക്സാം ഹോളിൽ എങ്ങനെയാണോ അങ്ങനെ എഴുതണം. ആ ഒരു ടൈമും കീപ്പ് ചെയ്ത് എഴുതണം. ഞാൻ ടൈമർ വേറൊരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു, 1.5 മണിക്കൂർ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. ടൈം ഞാൻ വലുതായിട്ട് നോക്കുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിങ്ങനെ എഴുതി പോകും. അപ്പോൾ അതിനിടയിൽ കുറേ അറിയാൻ മേലാത്ത ടോപ്പിക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ കുറേയൊക്കെ പൊട്ടത്തെറ്റ് ചെയ്തു. കുറേയൊക്കെ അറിയാമായിരുന്നിട്ട് കൂടി ചില കൺഫ്യൂസിങ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബ്ലാങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാൻ മേലാത്തതും ബ്ലാങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ട് നമുക്ക് ചിലത് കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂസിങ് ആയിട്ട് കാണുന്ന കുറച്ച് 2 ഓപ്ഷൻ ഉണ്ടാവും. ഫസ്റ്റ് 2 ഓപ്ഷൻ എന്തായാലും പൊട്ടത്തെറ്റാന്ന് നമുക്കറിയാം. പിന്നെ 2 ഓപ്ഷൻ നമ്മൾ പിടിച്ചു നിർത്തും, ഇതാണോ അതാണോ എന്ന്. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് എഴുതുന്നതല്ലേ, കുഴപ്പമില്ല, തെറ്റാണെങ്കിൽ തെറ്റിക്കുകയും നമുക്കൊരു ടെൻഡൻസി തോന്നും. പക്ഷെ നമ്മളങ്ങനെ ചെയ്യരുത്. ഞാൻ എപ്പോഴും ചെയ്യുന്ന മണ്ടത്തരമാണ്. കാരണം ഞാൻ ഇതിന് മുന്നേത്തെ ക്ലാസ്സിലൊക്കെ സാധാ എക്സാം ഉണ്ടായിരുന്ന സമയത്തൊക്കെ, ഞാൻ സ്കൂളിലായിരുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പൊട്ടത്തെറ്റ് നെഗറ്റീവ് ആണെന്നറിയാതെ നമ്മൾ പൊട്ടത്തെറ്റ് എഴുതി വയ്ക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആൻസർ നോക്കാമെന്നും പറഞ്ഞ് പോവുകയും ചെയ്യും. ലാസ്റ്റ് നമ്മൾ നോക്കത്തുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അറിയാൻ മേലാത്തത് ഞാൻ സ്പെഷ്യലി നോട്ട് ചെയ്ത് വയ്ക്കും. നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ എനിക്ക് ഒട്ടും അറിയാൻ മേലാത്തത്, എന്നാൽ എപ്പോഴും തെറ്റിപ്പോകുമെന്ന് ഉറപ്പുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഞാൻ എഴുതി കഴിഞ്ഞ് പേപ്പർക്ക് കറക്റ്റ് ചെയ്യാൻ നേരം ഞാൻ അത് നോക്കിയിട്ട് സ്റ്റിക്കി നോട്ടിൽ എഴുതി വയ്ക്കും. അതാണിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെനിക്ക് അത്യാവശ്യം ഓർത്തെടുക്കാനും പറ്റുന്നുണ്ട്. നമ്മൾ ഡെയിലി കിട്ടുന്നത് റിലൈസ് ചെയ്തും കൂടെ നോക്കും. പിന്നെ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ, എനിക്ക് അറിയാൻ മേലാത്ത ടോപ്പിക്സ് ഞാൻ സെപ്പറേറ്റ് ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് പിന്നെ ആണെങ്കിലും നമുക്കതെടുത്ത് നോക്കാം. അങ്ങനെ എഴുതി വന്നപ്പോഴത്തേക്കും സമയത്തിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ 2ാമത്തെ മോക്ക് ടെസ്റ്റ് എഴുതി. അത് കഴിഞ്ഞുള്ള റിസൾട്ടാണ് ഈ കാണുന്നത്. ഫസ്റ്റത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സെക്കൻഡത്തത് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ നെഗറ്റീവ് മാർക്ക് വന്നാൽ നമ്മൾ നെഗറ്റീവായി പോകാതിരിക്കാൻ ശ്രമിക്കുക. ഇനിയും എക്സാം വരും, ഇനിയും നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മൾ ഇടുക. ഓക്കെ, അതിൽ നമ്മൾ നെഗറ്റീവ് അടിച്ചിരിക്കരുത്. ഒരെണ്ണം ചെയ്തിട്ട് നമ്മൾ ഫെയിലായി പോയാലും നമ്മൾ അടുത്തതിൽ ഷുവറായിട്ടും പിടിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ 2ാമത്തെ എഴുതിയത് സ്റ്റേജ് 2 പേപ്പറാണ് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ വേറെ ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.